അധികാരം, പദവികൾ എന്നതുകൊണ്ടൊന്നും നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഭൂമിയിലെ ഒരു കാര്യവും നമുക്ക് സംതൃപ്തി തരുന്നില്ല. സൗന്ദര്യവും എഡ്യൂക്കേഷനും എല്ലാം ഇതേപോലെ തന്നെ. മെർലിൻ മൺറോ എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു ഹോളിവുഡ് നടിയായിരുന്നു, ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചതായ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അവർ സൂയിസൈഡ് ചെയ്യായിരുന്നു. എങ്ങനെ സൂയിസൈഡ് ചെയ്തപ്പോഴത്തേക്ക് അവർ സൂയിസൈഡ് നോട്ടിൽ എഴുതിയിരുന്നത് ഐ ആം ബോർഡ് വിത്ത് മൈ ലൈഫ് എന്നാണ് പറഞ്ഞത്. അവർ കാറിനനുസരിച്ച് കമ്മൽ മാറിക്കൊണ്ടിരുന്ന സ്ത്രീയാണ്. കാറിനനുസരിച്ച് സാരി മാറുന്നതല്ല, എന്താണ് കാറിൻ്റെ കളറിനനുസരിച്ച് എല്ലാം അതുപോലെ. ഷി വാസ് ഇമ്മൻസ്ലി റിച്ച് ആൻഡ് ഷി വാസ് സോ ക്ലോസ് ടു ഓൾ ദി പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടും ഷി വാസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. എഡ്യൂക്കേഷൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക, വിദ്യാഭ്യാസം. ഞാൻ 84 ഞാൻ ജേർണലിസ്റ്റിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസുണ്ട്. സ്റ്റാൻഫോർഡ് റൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണമാണ്. അദ്ദേഹം കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് വാങ്ങിച്ച ആളാണ്. കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് വാങ്ങിച്ച സ്റ്റാൻഫോർഡ് റൂത്ത് ഹി വാസ് നോട്ട് ഡൈയിങ്, മരിക്കുകയല്ലായിരുന്നു, ഹി വാസ് കമ്മിറ്റിംഗ് സൂയിസൈഡ് ചെയ്യായിരുന്നു. എപ്പോഴാണെന്നറിയാമോ? 84-ാമത്തെ വയസ്സിൽ. അതാണ് വാസ്തവത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം. 84-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ ആരാണ്? കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് വാങ്ങിച്ച ആൾ 84-ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്യുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. എന്തുകൊണ്ട്? എന്തുവാ, കെമിസ്ട്രിയിലെ ഏതെങ്കിലും പുതിയ തത്വം കണ്ടുപിടിക്കാൻ, ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വിഷമിച്ചതിൻ്റെ പേരിൽ വല്ലതുമാണോ? ഒന്നുമല്ല. അയാൾക്ക് മനസ്സിലായി ജീവിതത്തിൽ എഡ്യൂക്കേഷൻ കൊണ്ടൊന്നും നേടാനൊന്നുമില്ല, പണം കൊണ്ടൊന്നും നേടാനില്ല, സൗന്ദര്യം കൊണ്ടൊന്നും നേടാനില്ല. ഇതേപോലെ തന്നെ ഈ സക്കായി ഒരു പക്ഷേ സൂയിസൈഡ് ചെയ്യുന്ന സ്റ്റേജ് വരെ പോകാതെ 84 വയസ്സിനൊക്കെ മുമ്പേ ഇങ്ങനെ സത്യം മനസ്സിലാക്കി. അതാണ് വാസ്തവത്തിൽ സക്കായിയോടുള്ള എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിൽ പല ആളുകളും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണ്. അതൊരു ഫാക്റ്റാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ സമ്മതിക്കത്തില്ല. അതെല്ലാവരും മനസ്സിലാക്കും. പക്ഷേ മനസ്സിലാക്കുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മൾ കുഴിയിലോട്ട് ഇറങ്ങുകയായിരിക്കും. അപ്പോൾ കുഴിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഒരർത്ഥമില്ല. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൽ നമ്മൾ മനസ്സ് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒന്നും നമ്മളെ സഹായിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് എത്ര നേരത്തെ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര നേരത്തെ നമുക്കുണ്ടാകുന്നു. ഈശോച്ചാൻ പറഞ്ഞല്ലോ 12 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് യേശു കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് പറ്റി. അതൊരു വലിയൊരു ഭാഗ്യമാണ്. ചില ആളുകളുടെ ചിന്ത എല്ലാം കഴിഞ്ഞ് കള്ളും കുടിച്ച് വഴക്കുണ്ടാക്കി വല്ലവരെയൊക്കെ കൊന്ന്, അല്ലെങ്കിൽ ആടിച്ച് പിടിച്ച് തോഴിച്ച് ബഹളമെല്ലാം ഉണ്ടാക്കി, ഭാര്യയെ ഉപേക്ഷിച്ച് വീടെല്ലാം മാറി, എല്ലാം പിള്ളേരെ എല്ലാം ഒരു പരുവാക്കി കഴിഞ്ഞിട്ട് പിന്നാണ് കർത്താവിനെ കാണേണ്ടതെന്നാണ് പലരുടെയും ചിന്ത. പിന്നെ കർത്താവിനെ കണ്ടാലും കർത്താവ് യേശു ഒരുപക്ഷെ മനസ്സലിവുള്ളവനായതുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുമായിരിക്കും. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ലൈഫ് മുഴുവൻ നിങ്ങൾ കളഞ്ഞില്ലേ? അതിനേക്കാൾ നല്ലതല്ലേ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ എത്രയും നേരത്തെ നിങ്ങളുടെ ലൈഫ് കളയുന്നതിന് മുമ്പ്, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ യേശുവിനെ തിരിച്ചറിയുന്നത്. എന്നെ കേൾക്കുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് നിങ്ങളിങ്ങനെ ലൈഫ് കളയുന്നത്? ഞാനീ പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വന്ന സാഹചര്യം അറിയാവുന്ന ചിലരുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ച സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് എനിക്ക് ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജയില്ലാതെ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. യേശു എൻ്റെ ജീവിതത്തെ ചെറിയ പ്രായത്തിൽ സ്പർശിച്ചതുകൊണ്ടാണ്. അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് യേശുവിനെ നമ്മളിപ്പോൾ ഈ സക്കായി യേശുവിനെ മനസ്സിലാക്കുന്ന പറയുമ്പോഴത്തേക്ക്, യേശുവിനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവനൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഗുണമില്ലെന്ന് മനസ്സിലായി. പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് ഇതേപോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര വലിയ നല്ല സ്ഥലത്തേക്കൊന്നുമല്ല, നല്ല കാര്യത്തിലേക്കുമല്ല, നല്ല ജീവിതത്തിലേക്കുമല്ല. യു ആർ സ്പോയിലിംഗ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയാണ്. എന്തിനാ ഇങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ പോയിട്ട് എന്ത് നേടാനാണ്? ഈ പണത്തിൻ്റെ പുറകെ പോയിട്ടോ, അധികാരത്തിൻ്റെ പുറകെ പോയിട്ടോ, കള്ളു കുടിച്ച് നടന്നിട്ടോ, ലൗകികമായ ജഡത്തിൻ്റെ സുഖങ്ങൾക്കനുസരിച്ച് നടന്നിട്ടോ, മറ്റുള്ളവർ വഴക്കുണ്ടാക്കിയിട്ടോ, കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരോട് തല്ലുണ്ടാക്കിയിട്ടോ, വഴക്കുണ്ടാക്കിയിട്ടോ എന്ത് സാധിക്കാനാണ്? ഇവിടെയും സമാധാനമില്ല, നിങ്ങൾക്ക് സ്വർഗത്തിലും പോകാൻ പറ്റുന്നില്ല, ഇവിടെയും സമാധാനമില്ല, അവിടെയും നരകം ഇവിടെയും നരകം എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര, ഇപ്പോഴത്തെ യേശുവിനെ കൂടാതെ ഉള്ള ഒരു വ്യക്തിയോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. നിങ്ങൾ മരിക്കാറാകുമ്പോൾ യേശുവിനെ സ്വീകരിച്ചാലും ഒരുപക്ഷെ യേശു നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ നല്ലത് ഈ ചെറിയ പ്രായത്തിൽ, ഈ എബിൻ്റെയോ അല്ലെങ്കിൽ ജോബിൻ്റെയോ ഒക്കെ പ്രായത്തിൽ 5ഓ 6ഓ വയസ്സുള്ളപ്പോൾ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10ഓ 12ഓ വയസ്സുള്ളപ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ 15ഓ 18ഓ വയസ്സുള്ളപ്പോഴായിക്കോട്ടെ, എത്രയും പെട്ടെന്ന്
ഇപ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്നതായ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ലൈഫ് എന്തിനു വേണ്ടി, ജീവിതം എന്തിനു വേണ്ടി നഷ്ടപ്പെടുത്തി കളയുന്നോ അതൊക്കെ മാറ്റി വെക്കാനായിട്ട്, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ലെന്നെങ്കിലും സക്കായിയുടെ കാര്യത്തിൽ മനസ്സിലായതുപോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അവൻ യേശുവിനെ, അതിനുശേഷമാണ് അവൻ യേശുവിനെക്കുറിച്ച് വാസം പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ കാണാൻ ഒരു മോഹം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറായത്? അവനോട് ആരാ യേശുവിനെക്കുറിച്ച് പറഞ്ഞെന്നുള്ളത് നമ്മളവിടെ കേൾക്കുന്നില്ല. ഒരു പക്ഷേ ജനങ്ങളൊക്കെ അവനോട് സംസാരിച്ചതായിരിക്കാം. യേശു ചെയ്തതായ അത്ഭുത പ്രവൃത്തികളൊക്കെ അവൻ ഒരു പക്ഷേ കേട്ട് കാണുമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ യേശുവിൻ്റെ ഉപദേശങ്ങൾ മറ്റ് റിലീജിയസ് ലീഡേഴ്സിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്നെങ്കിലും അവൻ മനസ്സിലാക്കി കാണും. കാരണം അന്നത്തെ മുഴുവൻ റിലീജിയസ് അല്ലെങ്കിൽ അന്നത്തെ മുഴുവൻ മത നേതാക്കളും വന്ന് എല്ലാവരെയും ചീത്ത വിളിക്കുകയാണ്. പ്രത്യേകിച്ച് ചുങ്കം പിടിക്കുന്ന ആളുകളെ, ടാക്സ് പിടിക്കുന്നവരെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കള്ളത്തരം കാണിക്കുന്നവരെ, കൈക്കൂലി വാങ്ങിക്കുന്നവരെ എല്ലാവരെയും വഴക്കുണ്ടാക്കുന്നതല്ലാതെ ഇവർക്കൊരു രക്ഷാമാർഗം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണൊരു പ്രശ്നം. എന്നാൽ യേശുവിന് ഇങ്ങനെയുള്ളവരോട് അല്പമൊക്കെ ദയ കാണിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് ഒരുപക്ഷെ അവൻ പലപ്പോഴും മനസ്സിലാക്കി കാണുമായിരിക്കാം. അല്ലെങ്കിൽ അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ സക്കായി മനസ്സിലാക്കി കാണണം. അതുകൊണ്ട് ഇവൻ ചിന്തിക്കുകയാണ്, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. അതൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതം മടുത്ത ആളുകൾ പോലും യേശുവിനെ ഒന്ന് ട്രൈ ചെയ്യാൻ പോലും തയ്യാറാകാത്തത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ജീവിതം തകർന്നു, അവർ പറയുന്നത് ഞാനങ്ങ് തകർന്നോളാം, ചിലപ്പോൾ ആൾ ഞാനങ്ങ് നരകത്തിലങ്ങ് പൊക്കോളാം. അങ്ങനെ എന്താണെങ്കിലും സക്കായി പറഞ്ഞില്ലല്ലോ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, അങ്ങനെ ഒരു കളിയാക്കി പറയുന്നത് കൊണ്ടോ നഷ്ടപ്പെടുന്നു. ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഈ വന്ന് പറയുന്നവർക്കൊന്നുമല്ല, ഈ ഉപദേശിമാർക്കൊന്നുമല്ല നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഞാനങ്ങ് നരകത്തിലങ്ങ് പൊക്കോളാം, എന്നെ നന്നാക്കാനൊന്നും വരണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, നിങ്ങൾ നന്നാകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലും നിങ്ങൾ നന്നാകുന്നത് കൊണ്ട് ഞങ്ങൾക്കല്ല ഗുണം, അത് നിങ്ങൾക്ക് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനാണ് പ്രയോജനം ഉണ്ടാകുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ യേശുവിനെ അവനൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത്, യേശുവിനെ കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇവൻ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പോവുകയാണ്, ഞാനങ്ങ് രൂപാന്തരപ്പെടാൻ പ്ലാൻ ചെയ്ത് വരികയാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ. അതൊന്നും ഉദ്ദേശിച്ചൊന്നുമല്ല. ഇവനൊരു കാഷ്വലായിട്ട് യേശുവിനെ ഒന്ന് കാണണമെന്നേ ആഗ്രഹമുള്ളൂ. യേശുവിൻ്റെ ശിഷ്യനാകാനൊന്നും ആഗ്രഹമൊന്നുമില്ല, യേശുവിൻ്റെ പുറകെ പോകാനൊന്നും ആഗ്രഹമൊന്നുമില്ല. അതൊന്നും ഉദ്ദേശിച്ചൊന്നുമല്ല. നാളെ തൊട്ട് ഈ 12 ശിഷ്യന്മാരുടെ കൂടെ 13ാമത്തെ ശിഷ്യനായിട്ട് പോകാനുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും ഒന്നും അല്ല ഇവൻ പുറകെ അല്ലെങ്കിൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെയും കാര്യം ശരിയല്ലേ? നമ്മളെന്തുവാ ഒരു യോഗത്തിന് വരുമ്പോഴത്തേക്ക് നമ്മളെന്തുവാ ചിന്തിച്ചത്? ഇവിടെ യോഗത്തിന് വരുന്ന ആളുകളെല്ലാം നാളെ തൊട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരാകണമെന്നുള്ള വലിയ മോഹത്തോട് വല്ല ഓണം വന്നേ. ഞാൻ അങ്ങനൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു സുവിശേഷ യോഗത്തിന് പോയപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല, നാളെ തൊട്ട് ഞാൻ ഇവരുടെ കൂടെ അങ്ങ് കൂടി നാളെ തൊട്ട് അങ്ങ് വലിയ ശിഷ്യനായിട്ട് അങ്ങ് പോകുമെന്നൊന്നും ചിന്തിച്ചൊന്നുമല്ല. ചുമ്മാ എന്തുവാ ഇവർ പറയുന്നതെന്നൊന്ന് കേൾക്കാമെന്നും ഒക്കെ ചിന്തിച്ച് പോയെന്നുള്ളൂ. ഒരു കാഷ്വലായിട്ട് ഒന്ന് അറിയാൻ, ഒന്ന് കാണാൻ. ഇവിടെ ഇരിക്കുന്നവർ തന്നെ പലരും എന്തുവാ ഇവന്മാർ ഈ പറയുന്നതെന്നൊന്ന് കേൾക്കാൻ വന്നവരുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഈ കേൾക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, മൈക്കിൽ കൂടെ കേൾക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇയാൾ എന്തു ഈ പറയുന്നത് എന്നറിയാനുള്ള ഒരു കാഷ്വലായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ പലരും വരുന്നത്. കുഴപ്പമില്ല, ഈ സക്കായും ഇതുപോലെ ക്യൂരിയോസിറ്റി വന്ന ആളാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. യേശു എന്തൊക്കെ പറയുമെന്നുള്ള വലിയ ഒരു ചിന്തയിലൊന്നുമല്ല. യേശുവിനെ ശരിക്കും പറഞ്ഞാൽ ഇയാളൊന്ന് മാറി നിന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ യേശുവിൻ്റെ ശിഷ്യനായിട്ട് അങ്ങ് പോകാനുള്ള. പലപ്പോഴും അതാണല്ലോ, ആളുകൾക്ക് യേശുവിനെയൊക്കെ ഇഷ്ടമാണ്. ആർക്കാണ് യേശുവിനെ ഇഷ്ടമില്ലാത്തത്? യുണൈറ്റഡ് നേഷൻസിൽ യേശുവിൻ്റെ വാക്കുകൾ വെച്ച് പ്രസംഗിച്ചാലും ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്തേയുള്ളൂ. ആരും ഇരിയുടെ അവിടെ എന്നൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ വളരെ ഒഫീഷ്യലായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ ഉപദേശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണെങ്കിലും യേശുവിനെ അനുഗമിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് വ്യത്യാസമായി. അപ്പോൾ പല ആളുകളും യേശുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കാനായിട്ട് വരുന്ന ആളുകളുണ്ട്. വാക്കുകൾ അവർ പറയുന്നത് എന്തോരം നല്ല വാക്കുകളാണ് യേശു കർത്താവ് പറഞ്ഞത്. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, വളരെ നല്ല കാര്യമല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. യേശുവിൻ്റെ വാക്കുകളെ അക്സെപ്റ്റ് ചെയ്ത ആളുകളാണ് നെൽസൺ മണ്ടേലായും മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ രാജാ റാം മോഹൻ റോയും വിവേകാനന്ദനും. വിവേകാനന്ദൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? വിവേകാനന്ദൻ പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ല. വിവേകാനന്ദൻ പറഞ്ഞത്, ഇഫ് ഐ വർ ലിവിങ് ഇൻ പാലസ്റ്റൈൻ അറ്റ് ദ ടൈം ഓഫ് ജീസസ്, I would have been washing the feet of Jesus not with my tears but with the blood of my heart. ഞാൻ യേശുവിൻ്റെ കാലത്ത് പലസ്തീനിൽ താമസിക്കുകയായിരുന്നെങ്കിൽ ഞാൻ യേശുവിനെ എൻ്റെ കണ്ണുനീര് കൊണ്ടായിരുന്നില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ രക്തം കൊണ്ടായിരിക്കും അവൻ്റെ കാലുകൾ കഴുകുന്നത് എന്ന് പറഞ്ഞയാളാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ആർക്കാണ് സന്തോഷമല്ലാത്തത്? എവരിബഡി അക്സെപ്റ്റ്സ് ദ വേർഡ്സ് ഓഫ് ജീസസ്. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യമുണ്ട്, അവൻ്റെ രക്തം പ്രയോജനം അല്ലെങ്കിൽ പ്രധാനമല്ല എന്ന് പറയുന്നത് ആണ് എനിക്ക് പ്രശ്നം. കാരണം
യേശുവിൻ്റെ വാക്കുകൾ ഇത്രയും വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് യേശുവിനോട് യാതൊരു ബഹുമാനം തോന്നത്തില്ലായിരുന്നു. ഉള്ള സത്യം പറയാമല്ലോ. കൂട്ടുകാരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞിട്ട് മരിക്കേണ്ട സമയം വരുമ്പോൾ ഇല്ലില്ല ഞാൻ ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്, മരിക്കുന്ന സമയത്ത് യേശു രക്ഷപ്പെടാൻ നോക്കിയായിരുന്നെങ്കിൽ, പലപ്പോഴും ഈവൻ ചില റിലീജിയസ് ടീച്ചിങ് തന്നെ അതാണ്, യേശു ക്രൂശിൽ മരിച്ചില്ല, അതിന് പകരം വേറൊരാളെ യേശു അവിടെ ആക്കിയിട്ട് യേശു അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന റിലീജിയസ് തിങ്കിങ് ഉണ്ട്. ആ റിലീജിയസ് തിങ്കിങ് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഒരു യേശു ആണെങ്കിൽ ഞാൻ ആ യേശുവിൻ്റെ പുറകെയൊന്നും പോകത്തില്ല. എന്തൊരു കളതരം അദ്ദേഹം പറയുന്നത് ഇല്ലേ? പക്ഷേ എൻ്റെ യേശു അങ്ങനെ ഒരു യേശു അല്ല. അവൻ കൂട്ടുകാരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയല്ല, ദ്രോഹികളും പാവികളുമായിരുന്ന നമുക്ക് വേണ്ടി, ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു അവൻ. അതുകൊണ്ട് യേശു തൻ്റെ വാക്കുകൾക്ക് അവൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുകയായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്. പക്ഷെ അവൻ്റെ ലൈഫ്, അവൻ്റെ ജീവിതം, അവൻ്റെ ജീവൻ, അവൻ്റെ മരണം, അതാണ് വാസ്തവത്തിൽ അവൻ്റെ വാക്കുകൾ അതുല്യമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സക്കായി യേശുവിനെ മാറി നിന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനാണ് വന്നത്, അല്ലാതെ യേശുവിൻ്റെ പുറകെ പോകാനല്ല. അതേപോലെ തന്നെയാണ് നമ്മളൊക്കെ ആദ്യം ഒരു മീറ്റിങ്ങിന് പോകുന്നതും പ്രസംഗം കേൾക്കുന്നതും ഒരു പുസ്തകം വായിക്കുന്നതും ഒരു പാട്ട് കേൾക്കുന്നതും ഒക്കെ എന്തിനാണ്? ഇത് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ, അല്ലാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കാനൊന്നുമല്ല. നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട്. മറ്റുള്ള കാര്യങ്ങൾ മടുക്കുമ്പോൾ, ഒരു പക്ഷേ പണം കണ്ട് നമ്മളങ്ങ് മടുത്തു, പണം ഉള്ളപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരെ കണ്ട് മടുത്തു. അതാണല്ലോ നമ്മുടെ കൂട്ടുകാരുടെ ഒരു പ്രത്യേകത. കാശുള്ളപ്പോൾ നമുക്ക് നല്ല കൂട്ടുകാരെല്ലാം ഉണ്ട്, പണമില്ലാത്തപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ കാണത്തില്ല. അതൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടു. ആത്മാർത്ഥതയില്ലാത്ത ക്ലബ്ബുകൾ നമ്മൾ മടുത്തു. മറ്റുള്ള സന്തോഷം തരുന്നതായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ അതിനകത്തൊന്നും വലിയ രസം തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ മടുത്തു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു യോഗത്തിന് പോയേക്കാമെന്ന് ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തണമെന്ന് ചിന്തിച്ചൊന്നുമല്ല. ഒരു യോഗത്തിന് പോയേക്കാം കാഷ്വലായിട്ട്. 6 ദിവസം എൻ്റെ ജീവിതത്തിലും ഞായറാഴ്ച 2 മണിക്കൂർ പള്ളി ആരാധനയിലും പോയേക്കാം. പോകുന്ന എന്തിനാ? എനിക്കങ്ങ് വലിയ രൂപാന്തരം ഉണ്ടാക്കാനൊന്നുമല്ല. പോയേക്കാമെന്നേ ഒരു സോഷ്യൽ ഗ്യാതറിങ് പോലെയോ, പിന്നെ ദൈവത്തെ വിളിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുമൊക്കെ, അല്ലാതെ യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള വലിയ മോഹത്തിലൊന്നുമല്ല പലപ്പോഴും നമ്മൾ യേശുവിൻ്റെ ഒരു യോഗത്തിനോ ഒരു പള്ളി ആരാധനയ്ക്കൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് മടങ്ങി വരാമെന്നുള്ള ചിന്തയിലാണ്. എങ്ങോട്ട് മടങ്ങി വരാം? വീട്ടിലോട്ടൊന്നും തന്നെയല്ല. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കള്ളത്തരങ്ങളിലേക്കും, എൻ്റെ ക്ലബിലേക്കും, എൻ്റെ കള്ളുകുടിയിലേക്കും, എൻ്റെ സ്വാഭാവിക ജീവിതത്തിലേക്കും, എൻ്റെ പാപങ്ങളിലേക്കും എല്ലാം മടങ്ങി വരാം. പള്ളിയിലും പോകാം. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ ഇന്ന് പള്ളിയിൽ ആളുള്ളത്. രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അറിയാം നമുക്ക് എത്ര പേര് പള്ളിയിൽ പോകുന്നുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് പള്ളികളും സഭാഹോളും, ഞാനിപ്പോൾ ഒരു പള്ളിയുടെ കുറ്റമൊന്നുമല്ല, ഏത് പള്ളിയും ഏത് കാര്യങ്ങളും ഇന്ന് ആളുകൊണ്ട് നിറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് കഴിഞ്ഞിട്ട് മടങ്ങി വരാം. ആരാധന കഴിഞ്ഞ് മടങ്ങി നമുക്ക് എന്ത് ചെയ്യാം? പഴയ പരിപാടിയൊക്കെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് പള്ളിയിൽ ആൾ കൂടുതൽ. തിരിച്ചു വന്നാൽ മറ്റേതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പള്ളിയിൽ ആൾ വരുന്നത് കുറയും, തീർച്ചയായിട്ടും കുറയും.